നമസ്കാരം. നിർബന്ധിത മതപരിവർത്തനം ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. എന്നാൽ ഇതിന്റെ കടന്നുകയറ്റം പലപ്പോഴും ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകാറുമുണ്ട്. ബംഗ്ലാദേശിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യമാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അശാന്തിയിൽ കഴിയുന്ന സാഹചര്യമാണിപ്പോൾ. അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. എന്നാൽ മതം മാറാൻ വിസമ്മതിച്ചാൽ ജീവൻ വരെ പോകുമെന്ന അവസ്ഥയാണിപ്പോൾ ബംഗ്ലാദേശിൽ. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്ന് ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരാമൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ആളുകളെ നിർബന്ധിതമായി മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്നും അതനുസരിക്കാൻ തയ്യാറാവാത്തവരെ വാളെടുത്ത് ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് ഭയാനകമായ സാഹചര്യമാണെന്നും ബംഗ്ലാദേശിൽ നിലവിലെ അധികാരത്തിലുള്ള മതമൗലികവാദികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മതപരിവർത്തനത്തിന്റെ പേരിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ബംഗ്ലാദേശിൽ മതപരിവർത്തനം നടക്കുന്നതായി ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചു. മതം മാറാൻ വിസമ്മതിച്ചാൽ ആളുകളെ വാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കപ്പെട്ട ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത പെൺകുട്ടിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ നദി മുറിച്ചു കടന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി. അവർക്ക് പൗരത്വം നൽകാനും അവരുടെ കുടുംബത്തിനും സുരക്ഷ നൽകാനും ഇസ്കോൺ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റിലായ ഹിന്ദു സന്യാസി ചിന്മയിദാസ് പ്രഭുവിന്റെ കോടതി വിചാരണ നിർത്തിവെച്ചതിന് ബംഗ്ലാദേശ് സർക്കാരിനെയും ഇസ്കോൺ വൈസ് പ്രസിഡന്റ് വിമർശിച്ചു. കോടതി വിചാരണ അന്യായമായി വൈകുകയാണ്. അഭിഭാഷകന് ലഭ്യമാകുമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ഉറപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചിന്മയിദാസിനെ ഉടൻ മോചിപ്പിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഓരോ ദിവസവും കഴിയുന്തോറും ഇസ്കോണിനെതിരെ ബംഗ്ലാദേശ് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമാണിപ്പോൾ. ധാക്കയിലെ രാധാകൃഷ്ണ ക്ഷേത്രത്തിന് ആക്രമികൾ തീയിട്ടെന്ന വാർത്ത ഈയിടെയാണ് പുറത്തു വന്നത്. അതേസമയം ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് 70 പേരെ അറസ്റ്റ് ചെയ്തതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 5 മുതൽ ഒക്ടോബർ 22 വരെയുള്ള കാലയളവിൽ രജിസ്റ്റർ ചെയ്ത 88 കേസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. എന്നാൽ അടുത്തിടെ സുനംഗഞ്ച്, ഗാസിപൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പുതിയ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ കേസുകളുടെയും അറസ്റ്റുകളുടെയും എണ്ണം ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.